പട്ടാമ്പിക്കും ഇനി ഓക്സിജൻ. ഉദ്ഘാടനം മെയ് 25 തിങ്കൾ രാവിലെ 10-ന്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. വിളയൂർ ഗ്രാമപഞ്ചായത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ ക്യാമ്പയിൻ നടത്തി. കരിങ്ങനാട് ചന്തപ്പടിയിൽ വെച്ച് നടന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീലടി സുധാകരൻ നിർവഹിച്ചു. കാലവർഷം എത്തിയിട്ടില്ലെങ്കിൽ അതിന് മുമ്പുമായിട്ട് തന്നെ വർഷകാലത്തിന്റെ ഒരു മേനി നമുക്ക് തുടങ്ങി. പക്ഷേ നമുക്ക് ഈ കുറഞ്ഞ സമയത്തിനകം രൂക്ഷമായ വേനലിൽ നിന്നും ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഒരു അസ്വസ്ഥത നമുക്കറിയാം. ഓരോ ദിവസവും പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കുന്ന തരത്തിലേക്ക് മാറി. ആധുനിക ലോകത്തേക്ക് നമ്മളൊക്കെ മാറുമ്പോൾ തന്നെ ഒരുപാട് പുതിയ രോഗങ്ങളും അതിനൊപ്പം കണ്ടുപിടിച്ച് വരുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനൊരു മുൻകരുതൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിനെ ഒറ്റക്കെട്ടായി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അതിന് കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെല്ലായിടത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുമൊക്കെയായി മഴക്കാലത്തിന് മുമ്പായിട്ട് നടപ്പാക്കേണ്ടുന്ന ശുചിത്വ കർമ്മ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തികളെ കുറച്ച് ദിവസങ്ങളായിട്ട് തുടക്കം കുറിച്ചു. ഇപ്പോൾ ഇന്നലെയൊക്കെ പല പ്രദേശങ്ങളിലും നമ്മൾ പല വാർഡുകളിലും നമ്മളെ പരിസരങ്ങളെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇത്തവണത്തെ പരിസര ശുചിത്വത്തോട് ബന്ധപ്പെട്ട പ്രവർത്തികളാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. വൈസ് പ്രസിഡന്റ് മുബഷിറ സാബിർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹുസൈൻ കണ്ടേങ്കാവ്, MT അമീർ, ചൈതന്യ സൂദിർ, പട്ടാമ്പി ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫരീദ ടീച്ചർ, VM മുസ്തഫ, ഗോപാലൻ, ഡോക്ടർ റോഷിൻ, അബൂബക്കർ, ഹബീബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സജാദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പുലാമന്തോൾ മുതൽ കൊപ്പം ആശുപത്രിപ്പടി വരെയുള്ള PWD റോഡ് സൈഡിലെ പ്ലാസ്റ്റിക് വസ്തുക്കൾ പെറുക്കി മാറ്റുകയും റോഡുകൾക്ക് ഇരുവശത്തുമുള്ള നടപ്പാതകളിലെ കാട് വെട്ടി വൃത്തിയാക്കുകയും ചെയ്തു. ജനപ്രതിനിധികൾ, ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാ വർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, വ്യാപാരികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കാളികളായി.